ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ പരിഷ്കരിച്ചിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് പാർട്ട് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമം. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട യാതൊരു പോയിൻറ്റ്സും ഇല്ലാത്തത് കൊണ്ട് നേരെ സെക്കൻഡ് ചാപ്റ്ററിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് കുട്ടികൾക്ക് ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ലോക ഭക്ഷ്യദിനം എന്നാണെന്ന് കാണാം. ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16 ആണ്. അപ്പോൾ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഭക്ഷണം. അല്ലെ, നമുക്ക് നമ്മുടെ ഏറ്റവും അത്യാവശ്യ ഘടകം എന്ന് ജീവിക്കാൻ വേണ്ട അത്യാവശ്യ ഘടകം തന്നെയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. പണ്ട് കാലത്തൊക്കെ ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ പ്രധാന ഭക്ഷണം. അതുകൂടാതെ ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മാംസബുക്കുകളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം മനുഷ്യനും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. മനുഷ്യനൊരു മിശ്ര ബുക്കാണ്. അവൻ സസ്യാഹാരവും കഴിക്കും, മാംസാഹാരവും കഴിക്കും. അപ്പം ആദിമകാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ആഹാരം തേടിയിരുന്നതെന്ന് കാണിക്കുന്ന ചിത്രമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. വേട്ടയാടിയും കായ്കനികളൊക്കെ കുഴിച്ചെടുത്തുകൊണ്ടൊക്കെയാണ് അന്ന് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, കായ്കനികൾ, അതുപോലെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങൾ, മത്സ്യം, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവൻ്റെ ആഹാര രീതികൾ എന്ന് പറയുന്നത്. ആഹാരമാർഗം അതാണ്. ആദ്യകാലത്തൊക്കെ പച്ച മാംസമായിരുന്നു മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് കാട്ടുതീയിൽപ്പെട്ട് വെന്ത് പോയിട്ടുള്ള മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കഴിച്ചിട്ടാകാം ഈ തീയിൽ ചുട്ടെടുത്ത മാംസത്തിന് പച്ച മാംസത്തേക്കാൾ രുചിയുള്ളതായിട്ട് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അന്നൊന്നും എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നത്, എങ്ങനെ അതിനെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാമെന്നൊന്നും മനുഷ്യന് അറിയില്ല. നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് സ്വന്തമായിട്ട് തീ ഉണ്ടാക്കാനായിട്ട് മനുഷ്യൻ പഠിച്ചത്. ഇതാണ് അവൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം. തീയുടെ കണ്ടുപിടുത്തമാണ്. എങ്ങനെയാണ് തീ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. അപ്പോൾ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ ആണ് അവർ തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ എന്താണ്, നിയന്ത്രിച്ചുപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. ഇത് വലിയൊരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാം. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നുവാനായി തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്ന് വേണ്ട ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായിട്ട് മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. എന്തൊക്കെയായിരിക്കാം ഭക്ഷണ സമ്പാദനത്തിനായിട്ട് മറ്റ് മാർഗങ്ങൾ തേടേണ്ടി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, അതുപോലെ ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിലാണ് ആദിമ മനുഷ്യർ ഭക്ഷണ സമ്പാദനത്തിന് മറ്റ് മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ കാലക്രമേണ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ പിന്നീട് ഭക്ഷ്യോൽപാദനത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൃഷിയുടെ
ആവിർഭാവമെന്ന് നമുക്ക് പറയാം. കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ്. നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണത്തിന് നല്ല ദൗർലഭ്യം വന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഈ വലിച്ചെറിയുന്ന പഴങ്ങളുടെ വിത്തുകൾ അത് മുളച്ച് പുതിയ തൈച്ചെടികളൊക്കെ രൂപം കൊള്ളുന്നത് മനുഷ്യൻ കണ്ടു. അങ്ങനെ വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുമെന്നുള്ളൊരു അറിവാണ് അവന് കിട്ടുന്നത്. ഇതൊക്കെയാണ് കൃഷിയിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ. അങ്ങനെ കൃഷി ആരംഭിച്ചു. ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായിട്ട് അവരാദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായിട്ടുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് നായയാണ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതുകൊണ്ട് വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്തുവാൻ തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ഒരുപക്ഷെ ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞും പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് എവിടെയായിരിക്കും? നദീതടങ്ങളിലാണ്. അവിടെ തന്നെയാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത്? ഒന്ന്, കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി വെറുതെ അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. അങ്ങനെ ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമായിരുന്നു ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ മൺപാത്രങ്ങളിലും മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിലും ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളിലൊക്കെ ആയിട്ടാണ് സംഭരിച്ചിരുന്നത്. ആദ്യകാലത്തെ കാർഷികോപകരണങ്ങളാണ് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ ഇതൊക്കെയായിരുന്നു. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായിട്ടുണ്ട്. ഭക്ഷണത്തിനായി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നു. കൃഷി ആരംഭിച്ചതോടുകൂടി ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം മാത്രമല്ല, ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവും എങ്ങനെയായിരിക്കണം എന്നുകൂടി അവൻ പഠിച്ചു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ മൺപാത്രങ്ങളിലും മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിലുമായിട്ട് എന്ത് ചെയ്തു? സംഭരിച്ചു വെച്ചു. വെള്ളത്തിലിട്ടാൽ അളിഞ്ഞു പോകുന്നതാണ് മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായിട്ട് വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രാചീന കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു.
വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റമാണ്. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക കൂടാതെ അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നാണ് അടുത്തത് പറയുന്നത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഉണ്ടായിരുന്നതായിട്ട് സംഘകാല കൃതികളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റ രീതി എന്ന് പറയുന്നത്. നാണയവ്യവസ്ഥ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കൈമാറ്റ രീതിയാണ് ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവയാണ് ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തത്. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിൻ്റെ വിദൂര ദേശങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായിട്ടും കൈമാറ്റം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. അപ്പോൾ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായിട്ടാണ് ചരിത്ര രേഖകളിൽ പറയുന്നത്. അത്രത്തോളം സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. കച്ചവടത്തിൻ്റെ വ്യാപനത്തോടുകൂടി പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ മറ്റ് നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. ഇതിൽ പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വിറ്റാമിൻ എ, ബി, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഒരു സംഭാവന തന്നെയാണെന്ത്? പേരയ്ക്ക കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും ഉണ്ടായിരുന്നു. സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നില്ല. ഈ ഒരു വിവേചനത്തിനെതിരായിട്ട് സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ കൊണ്ടുവന്നതാണ് മിശ്രഭോജനം. അപ്പോൾ മിശ്രഭോജനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്.
എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടതായിട്ട് വന്നു. കേരളത്തിലുണ്ടായിരുന്ന സാമൂഹികമായ അസമത്വമാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായിട്ടുള്ളത്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായിട്ടുള്ള സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായിട്ട് നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായിട്ടുള്ള ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ഒരു ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേരാണ് പട്ടിണി മൂലം മരണപ്പെട്ടത്. അപ്പോൾ 1943 ബംഗാൾ ക്ഷാമമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായൊരു സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2023 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചിരുന്നത്. ഇപ്പോൾ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് UN ആഘോഷിച്ചിരുന്നത്. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ്. അതായത് ജോവർ, റാഗി, വരക്, തിന ഇതൊക്കെ എന്താണ്? ചെറുധാന്യങ്ങളിൽ പെടുന്നതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചെറുധാന്യങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ 2024 UN അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടായിരുന്നു ആചരിച്ചിരുന്നത്. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം, ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വർഷം, അതുപോലെ ഹിമാനി വർഷമായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വരുന്ന എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.